പ്രിയ മകനെ, മകളെ, നീ ഇന്നൊത്തിരി വിഷമിച്ചിരിക്കുവാണോ? തകർന്നു പോയോ? തളർന്നു പോയോ? എന്നാ ഒന്ന് വിളിച്ചേ. ആ ക്രൂശിതൻ്റെ മുഖത്ത് നോക്കി ഒന്ന് വിളിച്ചേ. എൻ്റെ ഈശോയേ എന്നൊന്ന് വിളിച്ചേ. ഈ പ്രഭാതത്തിൽ അവൻ വരും. അവന് മാത്രമേ ഇനി നിന്നെ രക്ഷിക്കാനാകൂ. നിന്റെ വേദനകൾ അവൻ അറിയുന്നുണ്ട്. നിന്റെ സങ്കടങ്ങൾ അവൻ കേൾക്കുന്നുണ്ട്. നിന്റെ പരാതികൾ, പരിഭവങ്ങളൊക്കെ, നിന്റെ ആവശ്യങ്ങൾ എല്ലാം അവൻ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ക്രൂശിതാ, നിന്നെ നെഞ്ചുപൊട്ടി വിളിച്ചു കരഞ്ഞി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ ഈ മക്കളുടെ അരികിലേക്ക് എൻ്റെ ക്രൂശിത നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഹൃദയ നൊമ്പരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ സഹനത്തിലാണെങ്കിലും, ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, ആർക്കും നിന്നെ മനസ്സിലാകുന്നില്ലെങ്കിലും, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് നീ പോയെങ്കിലും, രോഗത്തിൻ്റെ പീഡകളാൽ നീ ഇന്ന് വലയുകയാണെങ്കിലും, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത വിധം രോഗം നിന്നെ ഇന്ന് പിടിമുറുക്കിയെങ്കിലും വിഷമിക്കേണ്ട. നിന്റെ ഈശോയ്ക്ക് ഒരു നിമിഷം മതി നിന്നെ സുഖപ്പെടുത്താൻ. നിന്റെ ഈശോ നിന്റെ കാര്യത്തിൽ ഇന്ന് ശ്രദ്ധാലുവാണ്. വിശ്വസിച്ച് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചേ. ഹൃദയവേദനകളെ, ഭാരങ്ങളെല്ലാം ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ആക്രോശിത രൂപത്തിലേക്കൊന്ന് നോക്കിക്കേ. ഈ കാണുന്ന ആണി അടിച്ചു കയറ്റിയത് അവൻ്റെ പച്ചമാംസത്തിലേക്കാണ്. അതിൻ്റെ വേദന നിനക്ക് മനസ്സിലാകുമോ? നീ ഇപ്പോൾ അനുഭവിക്കുന്ന നിന്റെ ഹൃദയഭാരം, ഹൃദയവേദന ഈ വേദനയോളം വരുമോ? നിന്റെ വേദനയുടെ ആഴം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവൻ തന്നെ ക്രൂശിൽ ബലിയാകുവാൻ സമ്മതം മൂളിയത്. അവൻ്റെ വേദനയോട് ചേർന്ന് നിന്റെ വേദനകളെ സമർപ്പിക്കുമ്പോൾ അവൻ്റെ മുറിവിനാൽ നീ സൗഖ്യമാക്കപ്പെടും. അവൻ്റെ എല്ലാമായ അമ്മയെ നിന്റെ സ്വന്തമായി നിനക്ക് ലഭിക്കും. കാരണം ആ അമ്മയ്ക്ക് മനസ്സിലാകും നിന്റെ വേദന. ആ അമ്മയുടെ ഹൃദയവേദന അത്രത്തോളമായിരുന്നു. പരിശുദ്ധ അമ്മേ, ഈ പ്രഭാതത്തിൽ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, അമ്മ വരണം. ഈശോയുമായി അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ അമ്മേ. ഒത്തിരി പ്രയാസങ്ങളിലൂടെ മറ്റു മക്കളൊക്കെ കടന്നു പോകുക അമ്മേ. ഒരു കുഞ്ഞിൻ്റെ വേദന ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത് അമ്മയ്ക്കാണല്ലോ. ഞങ്ങൾ അമ്മയുടെ മക്കളാമ്മേ. അമ്മ ഈശോയോട് പറയണം ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ വിഷമങ്ങൾ, ആരോടും പറയാനാകാത്ത ഒത്തിരി നൊമ്പരങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിൽ ഒളിപ്പിക്കുന്നുണ്ട് അമ്മേ. അമ്മയ്ക്കതറിയാലോ. അമ്മ ഈശോയോട് പറ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കമ്മേ. ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. അമ്മ ഈശോയുമായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരട്ടെ. ഈശോയിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഈ ദിവസം നമുക്കായി വാങ്ങി നൽകട്ടെ. കനിയൂ സ്നേഹപിതാവേ, നീറുമെൻ മാനസമോടെ അർപ്പിക്കും നിൻ മുൻപിലായി ജീവിത കാലമിതാ. കനിയൂ സ്നേഹപിതാവേ. പ്രിയമുള്ളവരെ, നമുക്ക് വഴി കാട്ടി നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന നല്ല തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. 25-ാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറക്കട്ടെ. 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ച അനേകരിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളുടെ മേലും നിന്റെ കരം പ്രവർത്തിക്കണമേ. എനിക്ക് വഴി കാട്ടിത്തരണമേ ഈശോ.
മുന്നോട്ട് വഴി കാണാതെ അലയുന്ന എൻ്റെ ജീവിതത്തിൽ നീ വെളിച്ചം വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ നിയോഗങ്ങളെ ഈ സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടു മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയതോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവരെന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.